നമുക്ക് നമ്മുടെ ഒണിയൻ ബോണ്ട ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളിപ്പോൾ ഒരു 3 വലിയ സവോള നീളത്തിൽ കനം കുറച്ച് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. അതുപോലെ തന്നെ കുറച്ച് കായപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് കൈ ഉപയോഗിച്ച് തന്നെ നന്നായി മിക്സ് ചെയ്യുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സവോളയിൽ നിന്ന് വെള്ളം ഇറങ്ങി വരാനാണ് നമ്മളിങ്ങനെ ഉപ്പ് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. പിന്നെ ഇതുപോലെ മിക്സ് ചെയ്താലേ നമുക്ക് ബോണ്ട കറക്റ്റ് ഷേപ്പിലാക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ഉള്ളിവടയുടെ കുറച്ച് വ്യത്യസ്തമായ രീതിയാണിത്. ഉള്ളിവടയിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെയാണ്, പക്ഷെ 1-2 കാര്യങ്ങൾ നമ്മൾ കൂടുതലായിട്ട് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഈ സവോളയിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഇറങ്ങി വരും. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഒരു 4 പച്ചമുളക് ചെറുതായിട്ട് മുറിച്ചത്, അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി, എല്ലാം ചെറുതായിട്ട് മുറിക്കുക. പിന്നെ ഒരു പിടി മല്ലിയില. ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കാം. കറിവേപ്പിലയും ഒന്ന് ചെറുതായിട്ട് മുറിച്ച് ചേർക്കാം. ഇതും നന്നായിട്ടൊന്ന് ഈ സവോളയുടെ കൂടെ മിക്സ് ചെയ്ത് ചേർക്കുക. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി. വറുത്ത അരിപ്പൊടിയാണ്. അത് പുട്ടിൻ്റെ പൊടിയായാലും അപ്പത്തിൻ്റെ പൊടിയായാലും കുഴപ്പമില്ല. പിന്നെ ഒരു ടീസ്പൂൺ പെരുംജീരകം. ഇതും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അരിപ്പൊടി നമ്മൾ ചേർക്കുന്നത് ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മളൊരു 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒന്ന് ചൂടാക്കിയെടുക്കുക. നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. വെജിറ്റബിൾ ഓയിൽ തിളച്ച് വരണം എന്നില്ല, നല്ലൊരു ചൂടുണ്ടാവണം. അതും കൂടി ഇതിലേക്ക് ചേർക്കണം. ഇപ്പോൾ ഞാൻ വെജിറ്റബിൾ ഓയിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട്, അതും കൂടി ചേർക്കുകയാണ്. ഇതും വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഇനി നമ്മൾ ചേർക്കുന്നത് കടലമാവാണ്. കടലമാവ് ആദ്യം ഒരു 1/2 കപ്പ് ചേർക്കാം. അതിനുശേഷം നമുക്ക് മിക്സ് ചെയ്ത് നോക്കാം. കറക്റ്റായിട്ട് ബോളായിട്ട് പിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് മതി. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കടലമാവ് ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ചുകൂടി കടലമാവ് ചേർക്കാൻ പോവുകയാണ്. കടലമാവ് ചേർക്കുമ്പോൾ നമ്മൾ ഉപ്പിൻ്റെ അളവ് ശ്രദ്ധിക്കുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മളിപ്പോൾ കുറച്ച് ഉപ്പേ ചേർത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ നമ്മുടെ ഓയിലിൻ്റെ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് കൈ ഉപയോഗിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കത് കറക്റ്റായിട്ട് കയ്യിലെടുത്തിട്ട് ബോൾസ് ആക്കി എടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഇതുപോലൊരു ചെറിയ ക്വാണ്ടിറ്റി എടുക്കുക. കറക്റ്റ് ബോൾ ഷേപ്പിൽ കിട്ടുന്നുണ്ടെങ്കിൽ വെള്ളം ചേർക്കേണ്ട. ഇതിപ്പോൾ കറക്റ്റായിട്ട് ബോൾ ഷേപ്പിലായി വന്നിട്ടില്ല. ഞാൻ കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ടൊന്ന് കുഴയ്ക്കാൻ പോവാണ്. ഇപ്പോൾ നമ്മുടെ ബോണ്ടയുടെ മിക്സ് നമ്മളിതാ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ 1 കപ്പ് കടലമാവും 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്തിട്ടാണ് ഇത് കുഴച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കൈ കഴുകിയിട്ട് ഇത് ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാം. അപ്പോൾ നമ്മൾ കയ്യിൽ ലൈറ്റായിട്ടൊന്ന് എണ്ണ തടവിയതിന് ശേഷം ചെറിയ ചെറിയ ബോൾസായിട്ട് ഉരുട്ടിയെടുക്കുക. വെള്ളം തടവിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കും. അതുകൊണ്ടാണ് ലൈറ്റായിട്ട് എണ്ണ തടവുക എന്ന് പറഞ്ഞത്. ഇതുപോലെ ചെറുതായിട്ട് ഉരുട്ടിയെടുക്കുക. ഓരോ പ്രാവശ്യവും ഉരുട്ടിയെടുക്കുമ്പോൾ എണ്ണ തടവണം. ഇത് ഞാനൊരു പ്ലേറ്റിലേക്ക് വയ്ക്കുകയാണ്. അധികം വലിയ ബോൾസായിട്ട് ഉരുട്ടിയെടുക്കരുത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം വലിയ ബോൾസ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഇൻസൈഡ് കറക്റ്റായിട്ട് കുക്കായി വരില്ല. അതുകൊണ്ടാണ് നമ്മൾ ചെറിയ ബോൾസായിട്ട് ഉരുട്ടിയെടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ബോണ്ട ഫ്രൈ ചെയ്യാനായിട്ട് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായി വരുന്നുണ്ട്. നമുക്ക് ഉരുട്ടി വെച്ചിരിക്കുന്ന ബോൾസ് ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇടാം. ഓവറായിട്ട് എണ്ണ ചൂടായി പോരുത്. ഒരു മീഡിയം ചൂടാകുമ്പോൾ തന്നെ നമ്മൾ ബോൾസ് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഒരുമിച്ച് കുറേ ബോൾസ് ഇടരുത്. 2-3 ബോൾസ് ഒരു സമയത്ത് ഇട്ടിട്ട് ഫ്രൈ ചെയ്യുക. ഇല്ലെങ്കിൽ പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ ഒന്നുകൂടി ഒന്ന് ഉരുട്ടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഗുലാബ് ജാമുൻ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രത്യേകം ഒരുപാട് എണ്ണ ചൂടായതിന് ശേഷമല്ല,
എണ്ണ മീഡിയം ചൂടാകുമ്പോൾ ഗുലാബ് ജാമുൻ ബോൾസ് ഇട്ട് കൊടുക്കുക എന്നുള്ളത്. 2-3 കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു ഗുലാബ് ജാമുന് ഞങ്ങൾ എണ്ണയിലേക്ക് ഇട്ട് വേഗം തന്നെ കരിഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ട്. അതെന്താണെന്ന് വെച്ചാൽ നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ പുറം ഭാഗം കരിഞ്ഞു പോവും. അതുപോലെ തന്നെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ഒരു ബോണ്ട ഉണ്ടാക്കുമ്പോഴും ഒരുപാട് ചൂടായ എണ്ണയല്ല, മീഡിയം ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. അപ്പോൾ ഇതൊന്ന് കുക്കായി വരുമ്പോൾ നമുക്ക് അടുത്ത സൈഡിലേക്ക് തിരിച്ചിടാം. ഇപ്പോൾ നമ്മുടെ ബോണ്ടയുടെ ഒരു സൈഡ് കുക്കായി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് പതുക്കെ അടുത്ത സൈഡിലേക്ക് തിരിച്ചിടാം. എണ്ണയിലേക്ക് ബോണ്ട ഇട്ടിട്ട് ഉടനെ തന്നെ ഇളക്കി കൊടുക്കരുത്, പതുക്കെ തിരിച്ചിടുക. ഒരു 2 മിനിറ്റെങ്കിലും വെയിറ്റ് ചെയ്തിട്ട് തിരിച്ചിടുക. അപ്പോഴേ കറക്റ്റായിട്ട് ആ ഷേപ്പൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് ഇൻസൈഡൊക്കെ കുക്കായി വരുള്ളൂ. ഇനി അടുത്ത സൈഡും കുക്കാവട്ടെ. എല്ലാ സൈഡും ഒരുപോലെ കുക്കായി വരണം. അപ്പോൾ നമ്മുടെ ഒണിയൻ ബോണ്ടയുടെ ഫസ്റ്റ് ബാച്ച് ഇതാ ഫ്രൈ ആയി കഴിഞ്ഞു. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. എണ്ണ വലിക്കൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഒരു 2 മിനിറ്റ് നമ്മളൊരു കിച്ചൺ പേപ്പറിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള എക്സസ് ആയിട്ടുള്ള ഓയിലൊക്കെ മാറിക്കോളും. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ ഒണിയൻ ബോണ്ട എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ നിങ്ങളെല്ലാവരും ഇന്ന് തന്നെ ഇത് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, നന്നായിട്ട് ഇഷ്ടപ്പെടും. പിന്നെന്താണെന്ന് വെച്ചാൽ ഒരുപാട് സമയം മിക്സ് ചെയ്ത് വെക്കരുത്. മിക്സ് ചെയ്തിട്ട് ഉടനെ തന്നെ ഫ്രൈ ചെയ്യും, ഇല്ലെങ്കിൽ സവോളയിൽ നിന്ന് വീണ്ടും വെള്ളം ഇറങ്ങി വന്നിട്ട് നമ്മുടെ മിക്സിൻ്റെ കൺസിസ്റ്റൻസി മാറിപ്പോവും. അതുകൊണ്ടാണ് മിക്സ് ചെയ്യുക, ഉടനെ തന്നെ ഉണ്ടാക്കുക. ഒരു അരമണിക്കൂർ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ സ്നാക്കാണ്. എല്ലാ പ്രിപ്പറേഷൻ ടൈം എല്ലാം കൂടി അരമണിക്കൂർ മതി. പിന്നെ മല്ലിയില ചേർക്കാൻ മറക്കരുത്. മല്ലിയിലയുടെ ഫ്ലേവറൊക്കെ വരുമ്പോഴാണ് നമ്മുടെ ബോണ്ടയ്ക്ക് ടേസ്റ്റ് കൂടുക. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.